പട്ടണ പ്രദേശങ്ങളിൽ മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ദൗത്യം വേണ്ടത്ര നിർവഹിക്കാൻ സന്നദ്ധമാകാത്ത പ്രദേശങ്ങളിലാണ് പഴയകാലത്ത് ഈ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്താൻ ആരംഭിച്ചത്. കാരണം ജനങ്ങൾക്ക് ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. സാധാരണ നിലയിൽ പ്രാദേശികമായുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് അത്തരം ആവശ്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താറുള്ളത്. പക്ഷെ പട്ടണ പ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിൽ നടക്കുന്നത് പോലെ അത്രത്തോളം ആ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പട്ടണ പ്രദേശങ്ങളിൽ ഓരോ പ്രദേശത്തും അവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കത്തക്ക നിലയിലാണ് റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തി വന്നത് എങ്കിൽ ഇന്നിപ്പോ അത് ഉൾപ്രദേശങ്ങൾക്ക് ഉൾപ്പെടെ വ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. ഞാൻ ഇന്നലെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിസരത്തുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ ഒരു പരിപാടിയിൽ ഇന്നലെ പങ്കെടുക്കുകയുണ്ടായി. ആ അസോസിയേഷൻ 150ഓളം കുടുംബങ്ങളുണ്ട്. അവര് ഒരു ഡയറക്ടറി തയ്യാറാക്കി അതിന്റെ പ്രകാശനമാണ് ഇന്നലെ നടന്നത്. ഈ 180 കുടുംബങ്ങളുടെയും കുടുംബനാഥന്റെ ഫോട്ടോ, കുടുംബാംഗങ്ങളുടെ പേരുവിവരം, അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ആ ഡയറക്ടറി. ഒരു പേജിൽ 2 കുടുംബങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ആ ഡയറക്ടറി. വെറുതെ പേരും നമ്പറും മാത്രം എഴുതുക എന്നതല്ല. ഒരു കുടുംബത്തെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ആവശ്യമാകുന്ന ഏതാണ്ട് എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന നിലയിലാണ്. അവിടെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് തന്നെ ഏതാണ്ട് 5 അസോസിയേഷനുകൾ പ്രവർത്തിച്ചു വരുന്നു എന്നതാണ് ഇന്നലെ അവിടെ അവര് സൂചിപ്പിച്ച കാര്യം. മറ്റ് 2 സംഘടനകളുടെ സെക്രട്ടറിമാര് ആ യോഗത്തിൽ സംസാരിക്കുകയുണ്ടായി. ഇപ്പോ ഇവിടെ ഈ പെരിങ്ങോത്ത് ഈ ഇരട്ടക്കുളം പോലുള്ള ഈ ഉൾനാടൻ മേഖലയിൽ പോലും റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, അതിന് പരിഹാരം കാണാൻ ഒരു സംഘടിത രൂപമുണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും എല്ലാ വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനെ കൊണ്ടല്ല നമ്മളെ പഠന രീതി അതായതുകൊണ്ടാണ് ഇന്ന് കുട്ടികളുടെ ഐക്യു വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അത്തരം കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകരെ പ്രാപ്തരാകുക എന്നത് പുതിയ കാലത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. TTC കൊണ്ട്, BEd കൊണ്ട് എല്ലാ കാലത്തേക്കുമുള്ള യോഗ്യതയായി എന്ന പഴയ ധാരണ ഇപ്പൊ മാറി വരികയാണ്. എല്ലാ വർഷവും ഒരു തവണയല്ല നിരവധി തവണ അധ്യാപകർക്ക് ഗവൺമെന്റ് മുൻകൈയെടുത്ത് BRC മുഖേന പരിശീലനം നൽകി വരുന്ന ഒരു നില കുറെ കാലമായി നിലനിൽക്കുക. വികസനത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം അത് ഗവൺമെന്റ് കാണാൻ തയ്യാറായി എന്നതാണ്. ഈ വർഷത്തെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയതാണ്. പുതിയ ഗവൺമെന്റ് വന്നപ്പോ അവരുടെ നയത്തിനനുസരിച്ച് അത് മാറ്റം വരുത്തുക എന്നത് സ്വാഭാവികമായി എല്ലാ കാലത്തും നടപ്പാക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാം നല്ലത് തന്നെ. കാരണം അത്രത്തോളം നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടപ്പാക്കാൻ കഴിയൂ. അങ്ങനെ കുറെ വികസന സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ട് എന്നും
അതെല്ലാം MLA വഴി നമുക്ക് സാധ്യതപ്രായമാക്കാൻ സാധിക്കണം എന്നുമുള്ള ഒരാഗ്രഹത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എന്ന് ഈ രണ്ട് പ്രസംഗത്തിലൂടെയും ഞാൻ ഊഹിച്ചെടുക്കുകയാണ്. ഏതായാലും MLA എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരിധി വെച്ചുകൊണ്ട് ഈ മേഖലയുടെ വികസനത്തിന് വേണ്ടിയുള്ള സഹായം എന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഇവിടെ കൂടിയ ആളുകൾക്ക് ഉറപ്പ് നൽകുകയാണ്. പരിമിതികളെ കുറിച്ച് നിങ്ങൾ ബോധ്യപ്പെടും. കാരണം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് കുറവാണ്. നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം നിലപാട് എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികളെയും അനുമോദിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം.